We are making Horlicks. Let's go. ബദാം, അണ്ടിപ്പരിപ്പ്, നിലക്കടല, കൊക്കോ പരിപ്പ്. പാൽപ്പൊടി, പഞ്ചസാര, ഗോതമ്പ് പൊടി. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് ബദാം, 1/2 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് നിലക്കടല, 3 സ്പൂൺ കൊക്കോ പൗഡർ, 1 കപ്പ് പാൽപ്പൊടി, 1 കപ്പ് പഞ്ചസാര. ഞങ്ങൾ 4 കപ്പ് ഗോതമ്പ് പൊടിക്കാണ് ഹോർലിക്സ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ചേരുവകളൊക്കെ അതിൻ്റെ അനുസരിച്ച് എടുക്കണം. എല്ലാ ചേരുവകളും കൂടുതൽ ബദാം പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ചെറിയ നിറം മാറുന്നത് വരെ വറുത്താൽ മതി, വല്ലാതെ മൂത്ത് പോകണ്ട. ഇനി നിലക്കടല ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറ് മാറി ചെറിയൊരു ചുവപ്പാവുന്ന വരെ വറുക്കാം. ഇത്ര വറുത്താൽ മതി. കൊക്കോ വറുത്തെടുക്കാം. ഇത് കൊക്കോയുടെ പരിപ്പാണ്, ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങളിത് എടുക്കണം. ഞങ്ങൾ കൊക്കോ പരിപ്പാണ് എടുക്കുന്നത്. എല്ലാവരും കൊക്കോ പൗഡർ ആവും എടുക്കുക, അതാണല്ലോ ഇഷ്ടംപോലെ എല്ലായിടത്തും ഉള്ളത്. അയ്യോ, ചെറിയ തീയിൽ വറക്കുക. വല്ലാതെ കൂടുതൽ വറുത്താൽ ഇതിൻ്റെ കളറ് മാറും. പിന്നെ ഹോർലിക്സിന് കറുത്ത നിറം, ചെറിയൊരു കറുപ്പ് നിറം വരും. അതുകൊണ്ട് പാകത്തിന് കുറച്ച് മൂപ്പ് കുറച്ച് ചെറിയ തീയിൽ ചെറിയൊരു നിറം മാറുന്നത് വരെ വറുത്താൽ മതി. മണം മാറി നല്ലൊരു ചെറിയ ഗോതമ്പ് വറക്കണ ചെറിയൊരു മണം വരുന്നത് വരെ വറുത്താൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ച ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്, നിലക്കടല 3ഉം കൂടി ഒന്നിച്ച് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, നിലക്കടല, കൊക്കോ പരിപ്പ് ഇതെല്ലാം കൂടി പൊടിച്ചതാണിത്. ഇതിലേക്ക് വറുത്ത് വെച്ച ഗോതമ്പ് പൊടി ചേർക്കാം. ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗോതമ്പ് പൊടി, നട്ട്സ് പൊടിച്ചതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ കൂട്ട് ഒന്നും കൂടി മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് പഞ്ചസാര കൂടി പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. എടുത്തു വെച്ച പാൽപ്പൊടി ഈ മിക്സിയിലേക്ക് ചേർക്കാം. ഈ കൂട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാ കൂട്ടുകളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് ഇനി നമ്മൾക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. എല്ലാം ഒന്നിച്ച് യോജിക്കാം. ഇതിൻ്റെ തരിയാണിത്. ഒന്നും കൂടി മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ടിന്നിൽ നിറയ്ക്കാം. ഇതിന് 1 സ്പൂണ് ഹോർലിക്സ് 1 ഗ്ലാസ് പാലിലിടാം.